വെൽക്കം ടു സൈ വിത്ത് അനദർ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് NIA ഏവിയേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. സോ ഡൽഹിയിലോട്ടാണ് റിക്രൂട്ട്മെന്റ് ഉള്ളത്. സോ ഓൾറെഡി റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ബോത്ത് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ബോത്ത് ഹിന്ദി ആസ് വെൽ ആസ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 2025 കസ്റ്റമർ സർവീസ് അസോസിയേറ്റിനോട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇംഗ്ലീഷിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു PDF ആയിരിക്കും കിട്ടുക. സോ NIA ഏവിയേഷൻ സർവീസിലോട്ടുള്ള കസ്റ്റമർ സർവീസ് അസോസിയേഷൻ CSAന്റെ ഇന്റർമീഡിയറ്റ് ലെവലായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. 10th +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഈ റിക്രൂട്ട്മെന്റ് ഉള്ളത്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. ഒരു ട്രെയിനിങ് പീരീഡ് ആസ് വെൽ ആസ് അത് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞ ഒരു ട്രെയിനിങ് പീരീഡ് തന്നെ ഒരു ജോബാണ് അവർ പറയുന്നത്. ആ സമയത്ത് ഒരു സാലറി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു പറയുന്നുണ്ട്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 4000-ഓളം വേക്കൻസി ആണുള്ളത്. സോ വാലിഡ് ആയിട്ട് ഒരു ഇമെയിൽ ID ഒരു ഫോൺ നമ്പർ ഒക്കെ ഉള്ള ആളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യേണ്ടതാണ്. സോ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം പ്രോപ്പറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഹൗ ടു അപ്ലൈ നോക്കി കഴിഞ്ഞാൽ ഒരു വീഡിയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഫ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. സോ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം അവർ തന്നിട്ടുണ്ട്. ക്ലിക്ക് അപ്ലൈ നൗ കൊടുക്കുക, ദെൻ രജിസ്ട്രേഷൻ, ദെൻ ആപ്ലിക്കേഷൻ ഫോം, പേയ്മെന്റും ഡൗൺലോഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കുന്നതായിരിക്കും. സോ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പേയ്മെന്റ് അടയ്ക്കാൻ മറക്കാതിരിക്കുക. അതിനുള്ള ഡേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. സോ എക്സ്റ്റെൻഡ് ചെയ്തൊരു നോട്ടിഫിക്കേഷൻ ആണ് ഈ റിക്രൂട്ട്മെന്റിന് വന്നിട്ടുള്ളത്. ഇതിന്റെ റിക്രൂട്ട്മെന്റിനോടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ വേറെ ഏതെങ്കിലും കോഴ്സസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈവൻ ഡിഗ്രി സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളിൽ പ്രീവിയസ് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയാവും. ആധാർ കാർഡ്, ഐഡന്റിഫിക്കേഷൻ പ്രൂഫ്, ദെൻ പാസ്ബുക്ക്, അതുപോലെ പേരൻസിന്റെ നെയിം കാര്യങ്ങൾ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID, ദെൻ സ്കാൻഡ് PDF ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണോ അത്, ഫോട്ടോഗ്രാഫ്സ് JPG ആയിരിക്കണം, ദെൻ ഇമേജസ്, സിഗ്നേച്ചർ, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 3 സ്റ്റേജസ് ആയിട്ടാണ് അവർ പറയുന്നത്: രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഫോം, പേയ്മെന്റ്. സോ അത് ശ്രദ്ധിക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവരെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഹൗ ടു അപ്ലൈ എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ഇവിടെ റിസർവേഷനോ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫീ എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആണ്. 400 രൂപ + GST ആണ് ഇവിടെ വരുന്നത്. സോ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഫീ അടച്ചു കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതല്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഇനി ഇന്ത്യൻ സിറ്റിസൺസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നാഷണാലിറ്റി മെയിനായിട്ട് ഇന്ത്യൻ റെസിഡൻസി ആയിരിക്കണം. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 27 ഇയേഴ്സിന്റെ ഇടയിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഒരു നോ ക്രിമിനൽ റെക്കോർഡ്സ്, ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം വേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇന്റർമീഡിയറ്റ്, അതായത് 10th +2 കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻ ആയിട്ട് വരുന്നതാണ്. സോ ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. ബിക്കോസ് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ജോബ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. സോ ലാസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30th June 2025 വരെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ദെൻ ഓൾറെഡി ഓപ്പൺ ഡേറ്റ് എന്ന് പറഞ്ഞത് 20th January 2025 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ വന്നിട്ട്. ദെൻ സിലബസ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയി ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളൊരു സിലബസ് ആണ് തന്നിരിക്കുന്നത്. ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ഇതുപോലുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സാം പാറ്റേൺ സിലബസ് ആണ് തന്നിട്ടുള്ളത്. ടോട്ടൽ മാർക്സ് ഒക്കെ 100 ആണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻ 100 മാർക്സിന് സിലബസും കാര്യങ്ങളും ജനറൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസും കൊടുത്തിട്ടുണ്ട്. മെയിൻലി ഒരു NCERT ലെവൽ റെഫർ ചെയ്താൽ മതിയാവുന്നതാണ് പറയുന്നത്. ദെൻ മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈലിംഗുവൽ ആയിട്ട് വരുന്നുണ്ട്. ഹിന്ദി ആസ് വെൽ ആസ് ഇംഗ്ലീഷിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സാമിനേഷൻ സിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള മെജോറിറ്റി സിറ്റീസിലും ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ, ഇന്ത്യയിലെ ഏത് പാർട്ടിലാണോ കംഫർട്ടബിൾ, നിങ്ങൾക്ക് അവിടെ എക്സാം സെന്റർ ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. സോ കേരളത്തിലുമുണ്ട്. നിങ്ങൾ ഏത് സ്റ്റേറ്റിലുള്ളവരാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ഓൺ ചെയ്ത് കൊടുക്കാം.
കാരണം ഓൾ ഓവർ ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 10th പ്ലസ് ടു കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുപോലെ ഡ്രസ് കോഡ് ഉണ്ടാവുന്നതായിരിക്കും എക്സാമിന്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ് കോഡും കാര്യങ്ങളും പറയുന്നുണ്ട്. ദെൻ ഹീൽസ്, സ്ലിപ്പേഴ്സ് അതുപോലുള്ള കാര്യങ്ങൾ എല്ലായിടത്തും പറയുന്നുണ്ട്. ദെൻ റിട്ടൺ എക്സാംസ്, ദെൻ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതായിരിക്കും സെലക്ഷൻ ആയിട്ട്. മിനിമം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത് 35% ഉണ്ടാവും. സോ ആ കാര്യങ്ങളെല്ലാം നോക്കുക. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് റിട്ടൺ എക്സാം കഴിഞ്ഞൊരു ഇന്റർവ്യൂ ഉണ്ടാകുന്നതായിരിക്കും. ഇന്റർവ്യൂ കഴിഞ്ഞിട്ടായിരിക്കും ട്രെയിനിങ് പീരീഡ് ഉണ്ടാവുക. അതൊരു പേയബിൾ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഫീസ് ഉണ്ടാവുന്നതായിരിക്കും. അതിനായിട്ട് സ്റ്റുഡൻസ് ഒരു പേയ്മെന്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. ദെൻ സാലറി എന്ന് പറയുന്നത് ഒരു 13,000 to 25,000 അപ്രോക്സിമേറ്റ്ലി സാലറി പാക്കേജ് പറയുന്നത്. അതുപോലെ തന്നെ സാലറി ഡിപ്പെൻഡ് അപ്പോൺ ദ ഇന്റർവ്യൂ പെർഫോമൻസ് ആയിരിക്കും അവർ പറയുന്നത്. സോ ഈ ഒരു ഇൻഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലൊരു ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.